ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഗുലാബ് ജാമുൻ ഇപ്പോൾ കുറേ വെറൈറ്റിയിലാക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇതുവരെ ഗുലാബ് ജാമുൻ ആക്കാൻ അറിയാത്തവരുണ്ടാവുമല്ലോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഫസ്റ്റ് ട്രൈയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ മിക്സ് എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാംസിൻ്റെ പാക്കറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 130 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബൗളിലേക്ക് ഈ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 250 ml കപ്പിൽ 1.25 കപ്പോളം പൗഡർ ഉണ്ട്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് പൗഡറിലേക്ക് 1/4 കപ്പ് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാലിൻ്റെ പകരം വെള്ളവും യൂസ് ആക്കാം. പക്ഷേ പാലാകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ്നെസ് കിട്ടും, പിന്നെ നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ഈ പാല് കുറേശ്ശായിട്ട് എന്നിട്ട് ഞാൻ ഒഴിക്കുന്നു. ഒന്നിച്ച് ഒഴിക്കുന്നില്ല, കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊരു നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് എടുക്കാം. നിങ്ങളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പാലിൻ്റെ മെഷർമെൻ്റ് ഒന്നും മാറ്റിയേക്കല്ല കേട്ടോ. കറക്റ്റ് അളവാണ് 1/2 കപ്പ് പാൽ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ അല്ല നെയ്യോ എന്തെങ്കിലും കുറച്ച് തടവിയിട്ട് ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ എനിക്കിതിൽ ഒരു 19 ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നല്ലോണം ചെറുതല്ല, എന്നാലും ഏകദേശം ഒരു സൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിനി. അപ്പോൾ 200 ഗ്രാംസിൻ്റെ പാക്കറ്റിൽ എനിക്ക് 19 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പാന് നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ആക്കിനി. അങ്ങനെ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ബോൾസ് ഫ്രൈ ആക്കി എടുക്കാം. തീ കൂട്ടി കൊടുത്താൽ ഇത് പെട്ടെന്ന് കരിഞ്ഞും പോവും, ഉള്ളു വേവും ചെയ്യില്ല കേട്ടോ. നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അവിടെ തന്നെ നിൽക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാ സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള ബോൾസും അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇനി വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇതൊരു മീഡിയം മധുരമാണ്. നിങ്ങൾക്ക് ഓവർ മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ അതേ അളവിൽ തന്നെ പഞ്ചസാര എടുത്താൽ മതി. അതിൻ്റെ കൂടെ 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാൻ്റെ പകരം നിങ്ങൾക്ക് ഏതെങ്കിലും എസൻസ് ഒഴിച്ചു കൊടുത്താലും മതി. ഇതൊരു 10 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബോൾസിൻ്റെ മേലെ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ബോൾസ് എല്ലാം ഈ ഷുഗർ സിറപ്പിൽ നല്ലോണം മുങ്ങി കിടക്കുന്നുണ്ട്. ഇനി ഈ ഷുഗർ സിറപ്പിൽ 1 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പിൽ നല്ല സോക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, ഒരു ഗുലാബ് ജാമുൻ എടുക്കുമ്പോൾ മറ്റേതിൻ്റെ പീസ് കട്ടാകുന്നുണ്ട്. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിനി. അപ്പോൾ ഈ ഗുലാബ് ജാമുൻ മിക്സ് ഉപയോഗിച്ചിട്ട് ഇതുവരെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ആക്കണം കേട്ടോ. എന്നിട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കും പറയണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലത്തെ ഈസി റെസിപ്പീസുമായി ഇനിയും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.